രാവണപുത്രി ശ്രീ വയലാർ രാമവർമ്മയുടെ കവിതയാണ്. അതിലെ കുറച്ച് ഭാഗങ്ങളാണ് ആലപിക്കുന്നത്. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങളുന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരണാങ്കണം. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങളുന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരണാങ്കണം. രക്തമൊഴുകിത്തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ. ധൂമില സംഗ്രാമരംഗങ്ങളിൽ വിഷധൂളികൾ വീശും ശരസഞ്ചയങ്ങളിൽ തെന്നൽ മരണം മണം പിടിക്കും പോലെ തെന്നി നടന്നു പടകുടീരങ്ങളിൽ. ആയുധഭൂവിൽ നിലംപതിച്ചു രാമസായകമേറ്റു തളർന്ന ലങ്കേശ്വരൻ. അപ്പോഴും രാവണൻ ഉള്ളിലൊരന്തിമ സ്വപ്നമായി നിന്നു മനോജ്ഞയാം മൈഥിലി. ഓർമ്മകൾക്കുള്ളിൽ മണിച്ചിലമ്പും കെട്ടി ഓടി നടക്കുന്നു പിന്നെയും മൈഥിലി. പണ്ടു വനാന്ത വസന്ത നികുഞ്ചങ്ങൾ കണ്ടു നടന്ന മദാലസ യൗവനം അന്നാദ്യമെത്തിപ്പിടിച്ചു കശക്കിയ മന്ദാര പുഷ്പത്തെ കോർത്തുപോയി രാവണൻ. വേദവതിയെ മലർശരസായകം വേദനിപ്പിക്കാത്ത പൂജാമലരിനെ അന്നാക്രമിച്ചു തളച്ചിടാനാവാത്ത തന്നഭിലാഷം മദഗജം മാതിരി. എന്നിലെ കന്യകാത്വത്തെ നശിപ്പിച്ച നരാധമ, നീ മരിക്കും, നിനക്കെന്നിൽ ജനിക്കും പെൺകിടാവിനാൽ. അന്നേ മനസ്സിൻ ചിറകിന്നു കൊണ്ടതാണമ്പുകൾ പോല മുനയുള്ള വാക്കുകൾ. മാറിൽ തുളഞ്ഞു തുളഞ്ഞു കേറും രഘു വീരന്റെ ബാണം വലിച്ചെടുത്തിടവേ കണ്ണു നിറഞ്ഞുപോയി രാവണന്. ആ കാട്ടുപെണ്ണിൽ പിറന്ന മകളാണു മൈഥിലി. പെറ്റുവീണപ്പോഴേ തൻ മണിക്കുഞ്ഞിനെ പെട്ടിയിലാക്കി ഒഴുക്കി ജലധിയിൽ. തൻ്റെ മനസ്സിൻ തിരകളിൽ പൊങ്ങിയും തങ്ങിയും ആ പൈതലെങ്ങോ മറഞ്ഞുപോയി. പ്രാണഭയവും പിതൃത്വവും ജീവിത വീണ മുറുക്കി വലിച്ചു പൊട്ടിച്ച നാൾ. എന്തൊരന്തർദാഹം, എന്തൊരാത്മവേദന, എന്തായിരുന്നു മനസ്സിലാ സംഭവം. നാദരൂപാത്മകൻ പിന്നീടൊരിക്കൽ ആ നാരദൻ പുത്രിയെ പറ്റി പറഞ്ഞ നാൾ. തന്നുള്ളിലൊന്നാമതുണ്ടായ മോഹമാണൊന്നു മകളെ ഒരു നോക്കു കാണുവാൻ, കണ്ടൊന്നു മാപ്പു ചോദിക്കുവാൻ, ആ മണി ചുണ്ടിലൊരച്ഛൻ്റെ മുത്തം കൊടുക്കുവാൻ. ചന്ദ്രിക ചന്ദനം കൊണ്ടുവന്നിടിലും പൊന്നശോകങ്ങൾ വിരിഞ്ഞു നിന്നിടിലും ഇങ്കു ചോദിച്ചു മണിത്തൊട്ടിലിൽ കിടന്ന് ഇന്ദ്രജിത്തായിരം വട്ടം ചിരിക്കിലും. ശ്ലേഷ്ണശിലാമണിഹർമ്മ്യത്തിൻ മാദക സ്വപ്ന മഹാഹംസമാതൂലികാശയ്യയിൽ മല്ലീശ്വരൻ്റെ പുതിയ ഭൂവമ്പുമായി മണ്ടോദരി വന്നടുങ്ങിക്കിടക്കിലും. കണ്ണൊന്നടച്ചാൽ കരളിനകത്തൊരു
പൊന്നും ചിലമ്പു കിലുക്കും കുമാരിക. കണ്ണൊന്നടച്ചാൽ കരളിനകത്തൊരു പൊന്നും ചിലമ്പു കിലുക്കും കുമാരിക. ഓമനത്തിങ്കൾ കിടാവുപോൽ തന്നുള്ളിലോടി നടന്നു ചിരിക്കും കുമാരിക. ഓമനേ ഭീരുവാണച്ഛൻ, അല്ലെങ്കിൽ നിൻ പൂമൈ സമുദ്രത്തിലിട്ടേച്ചു പോരുമോ? നീ മരിച്ചില്ല, ജനകന്റെ പുത്രിയായി രാമന്റെ മാനസ സ്വപ്നമായി വന്നു നീ. പുഷ്പവിമാനത്തിൽ നിന്നെയും കൊണ്ടച്ഛനിപ്പത്തനത്തിലിറങ്ങിയ നാൾ മുതൽ നിന്നെ അശോകത്തണൽ വിരുപ്പിൽ കൊണ്ടു ചെന്നു നിർത്തിക്കരയിച്ച നാൾ മുതൽ എന്തപവാദങ്ങൾ, എന്തെന്തു നാശങ്ങൾ എല്ലാം സഹിച്ചു മനഃശാന്തി നേടുവാൻ. യുദ്ധത്തിനിന്നലെ പോരും വഴിക്ക് തൻ പുത്രിയെ കണ്ടതാണന്ത്യ സന്ദർശനം. എല്ലാം പറഞ്ഞ് മകളുടെ കാൽ പിടിച്ചെല്ലാം പറഞ്ഞു മടങ്ങിത്തിരിക്കവേ, തൻ നെഞ്ചിൽ വീണ കുമാരിതൻ മായാത്ത കണ്ണീരിനുള്ളിൽ പിതുർത്തും തളിർത്തുപോയി. വേദന ജീവനിൽ മൃത്യുവിൻ വാൾ വീണ വേദന കൊണ്ടു പുളഞ്ഞുപോയി രാവണൻ. ചുറ്റും ചിറകടിച്ചാർക്കുകയാണ് ഇന്ദ്രജിത്തിൻ ശവം തിന്ന കാലൻ കഴിവുകൾ. ലങ്ക ശിരസ്സുയർത്തി ലോകോത്തര ഭംഗി നുകരും ത്രികൂടശൈലങ്ങളിൽ ദാശരഥിതൻ പടപ്പാളയങ്ങളിൽ വീശിയടിച്ചു ജയോന്മാദ ശങ്കുലി. മന്ത്രപടഹധ്വനി മുഴങ്ങി മന്ത്രമണ്ഡപം തന്നിലെഴുന്നള്ളി രാഘവൻ. മാരുതി ചോദിച്ചു മൈഥിലിയെ കൊണ്ടുപോരുവാൻ, വൈകി വിടതരൂ പോട്ടെ ഞാൻ. സീതയെ ശുദ്ധീകരിക്കുവാൻ കാട്ടുതീ ഊതിപ്പിടിപ്പിച്ചു വാനരസേനകൾ.